السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. 2025 റജബ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് തന്നെ വളരെയേറെ പുണ്യമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണെന്ന് വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ ചൊല്ലാൻ പോകുന്നത്, ഇന്ന് പകലിലും രാത്രിയിലും നമ്മൾ ചൊല്ലേണ്ട ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും സലാത്തുകളുമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ നമ്മൾ അന്നത്തെ ദിവസം ചൊല്ലേണ്ട ദിക്റുകളും സലാത്തുകളും ആയത്തുകളും ഉൾപ്പെടുത്തി ഒരു മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം റഹ്മത്തുകളും ബറക്കത്തുകളും അവന്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് പാപമോചനം നൽകുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് നരകമോചനം നടത്തുന്നുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നരകമോചനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരട്ടെ. ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ ചെല്ലാൻ പോകുന്നത് ഒരു കൂട്ടം ഇസ്തിഗ്ഫാറുകളാണ്. ഇസ്തിഗ്ഫാറുകൾ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു അകറ്റിത്തരുമെന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة. ആദ്യം നമുക്ക് 3 ഫാത്തിഹ ഓതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും അജ്മീർ ഖാജ തങ്ങളുടെ പേരിലും അതുപോലെ തന്നെ മഹാനരായ സിഎം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു തങ്ങളുടെ പേരിലും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മൾ ചൊല്ലിയ 3 ഫാത്തിഹകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനരായ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, സിഎം വലിയുല്ലാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. സമാധാനം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഇസ്തിഗ്ഫാറിൽപ്പെട്ട ഒരു ഇസ്തിഗ്ഫാറാണ്. ഈ ഇസ്തിഗ്ഫാർ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് വലിയ വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി ആത്മാർത്ഥമായി ചെല്ലുക. ഒരു 11 പ്രാവശ്യം നമുക്ക് ചെല്ലാം. اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني
വതുബ് അലയ്യ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി 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 വതുബ് അലയ്യ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് ആ ഇസ്മിന്റെ അർത്ഥം തന്നെ. ധാരാളം പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ആ ഇസ്തിഗ്ഫാർ ഒരു 11 പ്രാവശ്യം നമ്മൾക്ക് ചൊല്ലാം. യാ ഗഫാറു യാ അല്ലാഹ്, 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 യാ ഗഫാറു യാ അല്ലാഹ്. അല്ലാഹു നമ്മളെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹുവേ, യാ ഗഫാർ എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നരകമോചനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയിലാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഈ ഇസ്തിഗ്ഫാറുകൾ നിന്റെ ഇസ്മു ചൊല്ലുന്നത്. പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നരകമോചനം നൽകണേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ പാപികളായ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ 10 മഹാന്മാര് ചെല്ലാൻ നിർദ്ദേശിച്ച അത്ഭുതകരമായ ഒരു തസ്ബീഹാണ് നമ്മൾ ചെല്ലുന്നത്. ഈ തസ്ബീഹ് റജബ് മാസത്തിലെ ആദ്യത്തെ 10 നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുമെന്ന് വലിയ വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആത്മാർത്ഥമായി നമ്മൾക്കൊരു 33 പ്രാവശ്യം ചെല്ലാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹിന് പകരമായി ഞങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ റാഹത്തോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഇസ്തിഗ്ഫാറുകളാണ് നമ്മൾ ഈ മാസത്തിൽ ചെല്ലേണ്ടത്. അതുകൊണ്ട് മഹാനരായ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ഇസ്തിഗ്ഫാറിൽപ്പെട്ട ഒരു ഇസ്തിഗ്ഫാറാണ് നമ്മൾ ചെല്ലുന്നത്. നിങ്ങൾക്കൊക്കെ അത് കാണാതെ അറിയാം. ഈ ഇസ്തിഗ്ഫാറിന് ഒരുപാട് പോരിശകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഒരു പ്രയാസം വരുമ്പോ ഈ ദിക്ർ ചൊല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലി ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ
الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ ഇസ്തിഗ്ഫാറിന്റെ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് മഹാനരായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയതുപോലെ അല്ലാഹുവേ സർവ്വ പ്രയാസങ്ങളെ തൊട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക്, അതിൽ നിന്നൊക്കെ രക്ഷ നൽകണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബാനേ. അത്രയും പവറാണ് നമ്മളിപ്പോൾ ചൊല്ലിയ ഈ ഇസ്തിഗ്ഫാർ. അത് നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളൊരു അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് ചൊല്ലാൻ പോകുന്നത്. ഈ ഇസ്മിന് ധാരാളം മഹത്വങ്ങളുണ്ടെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇസ്മിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ, ഒരു മജ്ലിസ് മുമ്പ് നമ്മളെ മജ്ലിസിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാര് ഈ ഇസ്മിന്റെ മഹത്വങ്ങൾ പറഞ്ഞ് കിതാബുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ പറയാൻ പറ്റും. ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട ഇസ്മാണ് ഈ ഇസ്മെന്ന് മഹാന്മാര് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ ഇസ്മ? യാ ലത്തീഫു യാ അല്ലാഹ്. നമ്മൾക്കതൊരു 100 പ്രാവശ്യം ചെല്ലാം. എനിക്ക് ഈ ഇസ്മു ചൊല്ലുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മമാരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ മജ്ലിസിലേക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ കൊണ്ടുവരണം. നിങ്ങളെ കുടുംബത്തിലേക്കും കൂട്ടുകാരിലേക്കും ഫാമിലികളിലേക്കൊക്കെ നമ്മളെ മജ്ലിസുകൾ എത്തിച്ചു കൊടുക്കണം. അവരോടൊക്കെ പറയണം 6 മണിക്ക് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ട്, ഉസ്താദ് ദിക്റുകൾ ചൊല്ലിത്തരും, നമ്മൾക്കും കൂടെ ചൊല്ലാമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ മജ്ലിസിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. യാ ലത്തീഫ് യാ അല്ലാഹ് 100 പ്രാവശ്യമാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് യാ അല്ലാഹ് 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 يا لطيف يا الله 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 يا
ലത്തീഫ് യാ അല്ലാഹ് യാ 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 ലത്തീഫ് യാ അല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. യാ ലത്തീഫിന്റെ ബർക്കത്ത് കൊണ്ട് സമ്പത്ത് അല്ലാഹ് നൽകട്ടെ. ബർക്കത്ത് ധാരാളം നൽകുന്ന ഒരു ഇസ്മാണ്. ഇത് നമ്മൾ എപ്പോഴും ചെല്ലണം. കഴിഞ്ഞ പരമാവധി എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും 129 പ്രാവശ്യം ചെല്ലണമെന്ന് മഹാന്മാര് നിർദ്ദേശിച്ചതായി കാണാം. ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ഇസ്മ ചെല്ലിയാൽ എന്നുള്ളതാണ് ഈ ഇസ്മിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കൃപ, അള്ളാഹുവിന്റെ കരുണ ഉണ്ടാകട്ടെ, അള്ളാഹുവിന്റെ കരുണ നൽകണേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ല മയം ചെയ്യുന്നവനായ അള്ളാഹു മയം ചെയ്യുന്നവനാണ്, അള്ളാഹു കൃപ ചെയ്യുന്ന ആളാണ് എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. കാരണം പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന പറയുന്നത്, ബറക്കത്ത് നൽകുന്നല്ല, അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കണം. ബറക്കത്ത് നമുക്കൊരു 11 പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിക്കുക. ഇത് ചോദിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ബാരിക് ലനാ, രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിട്ടോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ وبلغنا رمضان. اللهم بارك لنا في رجب وشعبان 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 وبلغنا رمضان. അല്ലാഹുവേ, ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മേഖലകളിലും, മക്കളില്, കുടുംബത്തില്, സമ്പത്തില്, ജോലിയില്, കച്ചവടത്തില്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും, ദാമ്പത്യ ജീവിതത്തില് ബറക്കത്ത് നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റജബ് മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു സൂറത്തുണ്ട്. ആകെ 4 ആയത്തെ ഈ സൂറത്തിലുള്ളൂ. പക്ഷേ ഈ സൂറത്തിന്റെ ആശയം പഠിപ്പിക്കാനാണ് ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും വന്നിട്ടുള്ളത്. ലോകത്തുള്ള സർവ്വ ഔലിയാക്കളും ഇന്ന് നിലനിൽക്കുന്നത് ഈ 4 ആയത്തുകളുടെ ആശയം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ആരുണ്ടാവില്ല, എല്ലാ ഉമ്മമാർക്കും അറിയാം. സൂറത്തുൽ ഇഖ്ലാസിന് മറ്റു ചില പേരുകളുണ്ട്. സൂറത്തുൻ നജാഹ് എന്ന് പേരുണ്ട്. രക്ഷയുടെ, വിജയത്തിന്റെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും നമ്മളെ മജ്ലിസിൽ എല്ലാ ദിവസവും ഒരു 11 പ്രാവശ്യം ഈ റജബ് കഴിയുന്നത് വരെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അഊദു ബില്ലാഹി, നമുക്കൊരു 11 പ്രാവശ്യം ചെല്ലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്
അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബ് സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഓതി? 11 പ്രാവശ്യം. ആ പ്രതിഫലമൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദാരിദ്ര്യത്തിന് തൊട്ട് പട്ടിണിയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഇനി നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാം. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും 100 പ്രാവശ്യം അതല്ലെങ്കിൽ 70 പ്രാവശ്യമൊക്കെ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. ഈ മാസം എന്തായാലും നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. നമ്മളെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചിട്ട് വേണം പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ. നമ്മളെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കണം, എന്നിട്ടേ ശഅബാൻ മാസം കടക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ റജബ് ശഅബാന്റെ മുമ്പ് വെച്ചിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ പുറത്തരണേ റഹ്മാനെ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇസ്തിഗ്ഫാർ കഴിഞ്ഞു. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും വലിയ ദിക്ർ. ആ ദിക്ർ കഴിഞ്ഞിട്ടേ പിന്നെ ഏത് ദിക്റുമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അള്ളാഹിന്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ചത് അല്ലാഹ് ആരാണ് എന്നുള്ളതാണ്. അതിൽ അല്ലാഹ് ആരാണെന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റിൽ പറയുന്നത്. അതൊരു 33 പ്രാവശ്യം ചെല്ലാം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ إله إلا الله لا 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 إله إلا الله. അല്ലാഹുവേ ഈ ഇസ്തിഗ്ഫാറിന്റെ അതുപോലെ ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്തുകളെ കൊണ്ടൊക്കെ ഞങ്ങളെ ഈമാൻ ശരിപ്പെടുത്തണേ റഹ്മാനെ, മുഖ്ലിസീങ്ങളാക്കണേ അല്ലാഹ്, നിന്നെ പേടിക്കുന്നവരാക്കണേ അല്ലാഹ്, നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഇനി നമ്മളൊരു സ്വലാത്ത് ചെല്ലാൻ പോവാണ്. ഫാത്തിമിയ സ്വലാത്ത്, ഒട്ടനവധി മഹത്വങ്ങൾ ഫാത്തിമിയ സ്വലാത്തിനുണ്ടെന്ന് വലിയ വലിയ ആരിഫ്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക. ഒരു 33 പ്രാവശ്യം ചെല്ലാം. അതിനുശേഷം നമ്മൾക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി, 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ, കഅബ തവാഫ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അല്പം ദ്വാർക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയാം. റജബ് മാസമാണ്, ദുആക്കൊക്കെ പ്രത്യേകം ഇജാബത്ത് നൽകുന്ന മാസമാണ്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ല നിലക്ക് ആത്മാർത്ഥയോട് ആമീൻ പറയും. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമായ പരമാധി രാജനായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ചാണോ ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്റുകൾ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. സർവ്വ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുത്തിയവർ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് പൂർണ്ണ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഹോസ്പിറ്റലിലെ ആളുകളുണ്ട്, അസുഖം അതുപോലെ തന്നെ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നിന്റെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള വഴി കൊടുക്ക് റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്. ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോയി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. പഠിച്ച ജോലി മക്കൾക്ക് കൊടുക്കണേ അല്ലാഹ്. മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ലാഹ്. ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന കുടുംബമാക്കണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഐക്യവും സമാധാനവും നൽകണേ റഹ്മാനെ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പൈശാചികമായ ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം സുകൃതങ്ങൾ ചെയ്യാനുള്ള, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക്, കുടുംബക്കാർക്ക്, ജ്യേഷ്ഠനിയന്മാർ, വല്ലുപ്പ വല്ലുമ്മമാർ, അയൽവാസികൾ, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ ഭാര്യ മക്കളുണ്ട് റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം, ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പകാലത്ത് ഭക്ഷണം തന്ന് സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഇപ്പോഴും ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നവര് അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. സന്തോഷം കൊടുക്കണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. സർവ്വ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ മേഖലയും നിന്റെ ബർക്കത്തും കാവലും സഹായവും സന്തോഷവും നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കവർച്ചക്കാരെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. നിന്റെ ലിഖാ കാണാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വീട് ജപ്തിയിലെത്തിയ ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ
അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനേ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. സ്വീകരിക്കണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് നീ കാവല് കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ വിഷമങ്ങൾ അകറ്റി കൊടുക്കല്ല, അവരെ സങ്കടങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല, അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ല, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ല. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. അല്ലാഹുമ്മ അർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.